ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ചോറിൻ്റെ കൂടെ എടുക്കാൻ പറ്റുന്ന ഒരു ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇഡ്ഡലിയുടെയും ദോശയുടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഞാൻ അതിനായിട്ട് 2 സവാള എടുത്തിട്ടുണ്ട്, ഒരു വലിയ തക്കാളിക്ക് എടുത്തിട്ടുണ്ട്, മീഡിയം സൈസ് 2 സവാളയും അത്യാവശ്യം വലിയ നല്ല പഴുത്ത ഒരു തക്കാളിക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനത് സവാള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കതിന് ആദ്യം സവാള ഒന്ന് വഴറ്റിയെടുക്കാം. ഞാൻ അതിനായിട്ട് ഒരു പാത്രം അടുപ്പി വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ വേറെ കടുവൊന്നും വറുക്കുന്നില്ല. ഇനി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടി ഇട്ടൊന്ന് ഉപ്പിട്ട് ഇളക്കിയൊന്ന് എടുക്കാം. ഇത് ഒരുപാട് മൂത്ത് വഴണ്ടൊന്നും വരേണ്ട, ജസ്റ്റ് ഒന്ന് പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ മതിയാവും. ഒരുപാടിട്ട് ബ്രൗണിഷ് കളറൊന്നും ആക്കണ്ട, ചെറിയൊരു ലൈറ്റ് ബ്രൗൺ അത്രയും മതിയാവും. ഇതൊന്ന് ഇളക്കിയിട്ടൊന്ന് അടച്ചു വെച്ചൊന്ന് കുറച്ച് സമയം ഒന്ന് വേവിച്ച് കൊടുക്കുക. ഇപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് കളർ മാറി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിക്കും കൂടി ഇട്ട് കൊടുക്കാം. നല്ല പഴുത്ത തക്കാളിക്കാണ് നല്ലത് ഇതിന്. തക്കാളിക്ക് ഒരുപാടായിപ്പോയാലും ഒരു പുളിപ്പ് രസം ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ഒരു തക്കാളിക്ക് എടുക്കുന്നുണ്ട്. തക്കാളി ചട്നി എന്നാണ് പേരെങ്കിലും ഞാൻ ഒരു തക്കാളിക്ക് എടുക്കുന്നുണ്ടല്ലോ. അത്യാവശ്യം വലിയ തക്കാളിക്കാണ് എടുത്തിരിക്കുന്നത്. ആ തക്കാളിക്ക് ഒന്ന് വഴണ്ട് വരണം, ഒരുപാടൊന്ന് മൂക്കണ്ട, ചെറുതായിട്ടൊന്ന് വെന്ത് വരണം. അപ്പോൾ അത്യാവശ്യം ഒന്ന് പരുവായിട്ടുണ്ട്, എല്ലാം തക്കാളിക്ക് ഒന്ന് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചേർക്കുന്നത് ഒരു പിഞ്ചളവിൽ ഒരു ലേശം കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കായപ്പൊടി നമുക്ക് ഇല്ലെന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല, എങ്കിലും കറിക്ക് ഒരു പ്രത്യേക മണവും ഒരു രുചിയൊക്കെ കായപ്പൊടി ചേർക്കുമ്പോൾ കിട്ടുന്നുണ്ട്. ഞാൻ പിന്നെ ഇതിൽ വറ്റൽമുളക് ചേർത്തത് കൊണ്ട് മുളക് പൊടി ചേർക്കുന്നില്ല. നമുക്ക് മുളക് പൊടി ചേർത്തും ഉണ്ടാക്കാം. പിന്നെ എരിവ് ഓരോരോ എരിവിന് കണക്കിന് പിന്നെ മുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാമെന്നുള്ളൂ. നമുക്ക് എരി കുറച്ച് മതിയാന്നുള്ളതുകൊണ്ട് അധികം ഇനി മുളക് പൊടി ചേർക്കുന്നില്ല. ഞാൻ ലാസ്റ്റ് ഒരു 1/4 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. പഞ്ചസാരയോ ശർക്കരയോ നമുക്ക് ചേർക്കാം. ഞാൻ പക്ഷേ പഞ്ചസാരയാണ് ചേർക്കുന്നത്, ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചേരുവകൾ. ഇതൊന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്. അത് അത്യാവശ്യം ഒന്ന് തണുക്കുമ്പോഴത്തേക്ക്, ഒരുപാടങ്ങ് തണുത്തുകൊണ്ടെങ്കിൽ നമുക്കൊന്ന് അടിച്ചെടുക്കാൻ പരുവത്തിന് തണുക്കുമ്പോൾ നമുക്ക് മിക്സിയിലിട്ട് ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. സിമ്പിളോ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ദോശയുടെ കൂടെ വേണമെങ്കിലും അപ്പത്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇഡ്ഡലിയുടെ വേണമെങ്കിലും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. നല്ലൊരു സൈഡ് ഡിഷാണ്.